നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട്, എന്തെല്ലാം സ്വപ്നങ്ങളുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒന്നും എവിടെയും എത്തുന്നില്ല. നമ്മുടെ ഒരു ആഗ്രഹവും നമുക്ക് നേടാൻ കഴിയുന്നില്ല. നമ്മുടെ ഒരു സ്വപ്നവും നമുക്ക് സഫലീകരിക്കാൻ കഴിയുന്നില്ല. തുടങ്ങുന്നതൊക്കെ പാതി വഴിയിൽ മുടങ്ങി നിൽക്കുകയാണ്. എല്ലാ കാര്യങ്ങളും തുടങ്ങും, പക്ഷെ അതിനൊന്നും ദീർഘായുസില്ല. അതെല്ലാം തുടങ്ങിയിടത്ത് തന്നെ അവസാനിച്ച് നിൽക്കുകയാണ്. ഇതിന്റെ പ്രശ്നമെന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് നാം എന്താണോ, നമ്മുടെ വിജയം എന്താണോ, നമ്മുടെ പ്രവർത്തനം എന്താണോ എന്നതൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ചിന്താ രീതിയാണ് എന്നാണ്, തോട്ട് പാറ്റേൺ ആണ് എന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് നാം നമ്മുടെ ചിന്താ രീതികളെ ഒന്ന് ഒബ്സർവ് ചെയ്യുകയും അതിൽ നെഗറ്റീവ് ചിന്തകളുണ്ട് എങ്കിൽ അതിനെ മാറ്റി പകരം പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ കൊണ്ട് റീപ്രോഗ്രാം ചെയ്യുകയും റീപ്ലേസ് ചെയ്യുകയുമാണ് വേണ്ടത്. ഇത് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ ചോദിക്കാറുള്ള ഒന്ന്, നെഗറ്റീവ് ചിന്തകളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ്. അതിൻ്റെ പാറ്റേൺ എന്താണ് എന്നാണ്. 7 ടോക്സിക് തോട്ട് പാറ്റേൺ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ 7 തരത്തിലുള്ള ചിന്തകൾ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിട്ടുള്ള അതാത് വ്യക്തിയുടെ വ്യക്തിപരമായ രീതിയിലുള്ള നെഗറ്റീവ് ചിന്തകളാണ് കടന്നു വരാറ്. എന്നാൽ എല്ലാ ചിന്തകളും ഈ 7 തരത്തിലുള്ള ടോക്സിക് തോട്ട് പാറ്റേണിലൂടെയാണ് അതെല്ലാം കടന്നു പോകുക. അതെന്താണ് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നമുക്കൊന്ന് പരിശോധിക്കാം. അതിലെ ഒന്നാമത്തെ തോട്ട് പാറ്റേൺ എന്ന് പറയുന്നത് കാറ്റാസ്ട്രോഫൈസിങ് എന്നതാണ്. എല്ലാറ്റിലും ഒരു മോശം സിനാരിയോ കാണുക എന്നതാണ്. നമ്മളൊരു സ്ഥലത്തെത്തിയാൽ അവിടെയുള്ള എല്ലാ നെഗറ്റീവുകളെയും നാം നോക്കിക്കാണുക. ഒരു വ്യക്തിയെ പരിചയപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് കാര്യങ്ങളെ നാം ആദ്യം ശ്രദ്ധിക്കുക എന്നതാണ്. അതായത് എല്ലാറ്റിലും ഒരു നെഗറ്റീവ് സിനാരിയോ കണ്ടെത്തുന്ന തരത്തിലുള്ള സ്വഭാവമാണ് നമുക്കുള്ളത് എങ്കിൽ നമ്മളിൽ ആ ടോക്സിക് തോട്ട് പാറ്റേൺ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാറ്റിലും ഒരു മോശം സാഹചര്യം കാണുകയും ചില നെഗറ്റീവ് കാര്യങ്ങളെ പെരുപ്പിച്ചു കാണുകയും ചെയ്യുക എന്നതാണ് ഈ തരത്തിലുള്ള ചിന്താരീതിയുടെ പ്രത്യേകത. ഉദാഹരണത്തിന് നമ്മളൊരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഡീലിങ്ങിന് പോവുകയാണെങ്കിൽ ഇത് കിട്ടിയില്ല എങ്കിൽ എൻ്റെ ജീവിതം തന്നെ ആകെ കട്ടപ്പുകയാണ് എന്ന അർത്ഥത്തിൽ ആലോചിക്കുന്ന ഒരു രീതി, അത് ആകെ ടെൻഷനാകുന്ന ഒരു രീതി, ഇത് നമ്മളിലുണ്ട് എങ്കിൽ നമ്മൾ ഉറപ്പിക്കുക ഒരു നെഗറ്റീവ്, ഒരു ടോക്സിക് തോട്ട് പാറ്റേണിലൂടെ നാം കടന്നു പോകുന്നുണ്ട് എന്ന്. രണ്ടാമത്തെ കാര്യം, ആൾ ഓർ നത്തിങ് തിങ്കിങ്. അതായത് ഒന്നുകിൽ എല്ലാം ഞാൻ നേടിയിരിക്കുന്നു എന്ന അർത്ഥത്തിൽ ഒരു വിജയം ഉണ്ടാകുമ്പോൾ അതിൻ്റെ എക്സ്ട്രീം ലെവൽ നാം കണക്ക് കൂട്ടുകയും എനിക്കെല്ലാം നേടിയിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നത്. ഒരു ഫെയിലിയർ ഉണ്ടായി എങ്കിൽ അയ്യോ ഇത് എൻ്റെ ജീവിതം ഇതോടുകൂടി അവസാനിച്ചു, എൻ്റെ എല്ലാം കഴിഞ്ഞു, എല്ലാം ഇതുകൊണ്ട് അവസാനിച്ചു എന്ന രീതിയിൽ നാം ചിന്തിക്കുകയാണ് എങ്കിൽ ഈ ടോക്സിക് തോട്ട്സ് നമ്മളിലുണ്ട് എന്ന് മനസ്സിലാക്കാം. അങ്ങനെ എല്ലാറ്റിലും അതിൻ്റെ അങ്ങേയറ്റം കാണുന്ന ഞാനൊരു പക്ക വിജയിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാനൊരു പക്ക പരാജയമാണ് എന്ന അർത്ഥത്തിൽ ചിന്തിക്കരുത്. മറ്റൊന്ന് മൈൻഡ് റീഡിംഗ് ആണ്. നമ്മൾ വെറുതെ ആളുകളുടെ എനിക്കറിയാം അവർ ഇന്നതാണ് പറഞ്ഞത്. ഇപ്പൊ രണ്ടാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ മിക്കവാറും എന്നെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. എൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണം ഞാനൊരു ഫൂളിഷാണ്, ഒരു വിഡ്ഢിയാണ് എന്ന അർത്ഥത്തിലായിരിക്കും അവർ സംസാരിച്ചത്. അല്ലെങ്കിൽ മറ്റുള്ളവർ ഏതെങ്കിലും കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇടയിലാണ് നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുന്നത് എങ്കിൽ അവർ സ്വാഭാവികമായിട്ടും അവരൊരു തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ ചിരിക്കുന്നതിനിടയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോവുകയാണ് അവരെന്നെ പരിഹസിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, എന്നെ കളിയാക്കുകയാണ്, എന്നെ വിഡ്ഢിയാക്കുകയാണ്, എന്നെ മോശപ്പെടുത്തുകയാണ് എന്ന അർത്ഥത്തിൽ നമ്മളൊരു മൈൻഡ് റീഡറായി നമ്മൾ പെരുമാറുന്നുവെങ്കിൽ അവിടെയും നമ്മൾ മനസ്സിലാക്കാം നമ്മളിൽ ഈ ടോക്സിക് തോട്ട് പാറ്റേൺ ഉണ്ട് എന്ന്. നാലാമത്തെ കാര്യം, ഓവർ ജനറലൈസിങ്. എല്ലാത്തിനെയും ജനറലൈസ് ചെയ്തുകൊണ്ട് കാണുക. ഇപ്പൊ നമ്മൾ പറയാറില്ലേ, പെണ്ണുങ്ങളെല്ലാം അങ്ങനെയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെല്ലാം അങ്ങനെയാണ്, പോലീസുകാരെ കുറിച്ച് പറയാം, പോലീസുകാരല്ലേ അവരെല്ലാം അങ്ങനെയാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ അവരെല്ലാം ഇങ്ങനെയാണ് എന്ന്. നമ്മുടെ ഏതെങ്കിലും ഒരനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ എല്ലാറ്റിനെയും ജനറലൈസ് ചെയ്തുകൊണ്ട് നാം കാണുക. നമുക്ക് എന്തെങ്കിലും ഒരു പരാജയം ഉണ്ടായാൽ
അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ മറ്റൊരാൾ ഒരു കാര്യം ചെയ്ത് പരാജയപ്പെട്ട് ആ കാര്യത്തിലേക്ക് പോകണ്ട, അത് അവരൊക്കെ ചെയ്ത് പരാജയപ്പെട്ടാണ്, അതിൽ ഒരിക്കലും വിജയിക്കില്ല എന്ന അർത്ഥത്തിൽ എല്ലാറ്റിനെയും ഒരു ജനറലൈസ് ചെയ്തുകൊണ്ട് ഓവർ ജനറലൈസിങ് നമ്മുടെ ചിന്താ രീതികളുണ്ട് എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് ഒരു മോശമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്താ രീതി നമ്മൾ പിന്തുടരുന്നുണ്ട് എന്നാണ്. അഞ്ചാമത്തെ കാര്യം സെൽഫ് ബ്ലെയിമിംഗ് ആണ്. അത് നമുക്കെല്ലാം അറിയാം. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുക. ഞാൻ മോശമാണ്, ഞാൻ എൻ്റെ ശരീര ഘടന ഇങ്ങനെയാണ്, എനിക്കതിനൊന്നും പറ്റില്ല. അങ്ങനെ നമ്മളെ തന്നെ മോശപ്പെടുത്തിക്കൊണ്ട് ബ്ലെയിം ചെയ്തുകൊണ്ട് നാം ചിന്തിക്കുന്നുവെങ്കിൽ നാം മനസ്സിലാക്കുക ആ ചിന്ത മാറ്റേണ്ട ടോക്സിക് ചിന്തയാണ് എന്ന്. ആറാമത്തത് ജമ്പിങ് ടു കൺക്ലൂഷൻ. നമ്മൾ എല്ലാറ്റിലേക്കും ഒരു നേരത്തെ തന്നെ ഒരു കൺക്ലൂഷനിലെത്തുക. അതിൻ്റെ കാര്യങ്ങളെ പഠിക്കാതെ, അതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ ഒറ്റ നോട്ടത്തിൽ നാം കണ്ട കാര്യത്തെ അപ്പോൾ തന്നെ വിലയിരുത്തുക. നാം എന്താണോ നമ്മളുടെ കണ്ണിൽ കണ്ടത് അതാണ് എന്ന രീതിയിൽ എനിക്ക് നേരത്തെ തന്നെ അറിയാം, അത് അങ്ങനെ തന്നെയാകും, ഇതിങ്ങനെയാകും, അവൻ അങ്ങനെയാകും, അവനെ എനിക്ക് നേരത്തെ അറിയാം എന്ന രീതിയിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു കൺക്ലൂഷനിൽ എത്തുന്ന സ്വഭാവക്കാരാണ് എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് മാറ്റിയെടുക്കേണ്ട ടോക്സിക് ചിന്താ രീതി നമ്മളിൽ ഉണ്ട് എന്നാണ്. ഉദാഹരണത്തിന് നമ്മൾ പറയാറില്ല, എനിക്കറിയാം അവർ നമ്പറിൻ്റെ അടുത്ത് നമ്പറൊക്കെ വാങ്ങിക്കൊണ്ട് പക്ഷെ അവരൊന്നും എന്നെ തിരിച്ചു വിളിക്കില്ല, അവരെന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ കുറച്ച് കൂട്ടുകാരുമായി നമ്മൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടി അല്ലെങ്കിൽ കുടുംബക്കാരുമായി നമ്മൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടി തീരുമാനിക്കുകയും ഞാനും കൂടെ ഉണ്ട് എന്ന് പറയുകയും അപ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ പറയാം എനിക്കറിയാം അവരെന്നെ കൊണ്ടുപോകില്ല, അവരെന്നെ കൂട്ടാതെ വേറെ വഴിയിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കും എന്ന രീതിയിൽ അനാവശ്യമായിട്ടുള്ള കൺക്ലൂഷൻ. ബിസിനസ്സിലേക്കാണ് എങ്കിൽ, ഒരു കച്ചവടത്തിലേക്കാണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരു കാർ എടുക്കുന്ന എന്താണ് എങ്കിലും ഒരു എല്ലാറ്റിനെയും കുറിച്ച് നമ്മളൊരു ടോക്സിക് ആയിട്ട് ഒരു നെഗറ്റീവായിട്ട് എല്ലാറ്റിനെയും മോശപ്പെട്ട രീതിയിൽ ചിന്തിക്കുകയും പെട്ടെന്നൊരു കൺക്ലൂഷനിലേക്ക് എത്തുകയും കാര്യങ്ങളെ പഠിക്കാതെ നേരത്തെ തന്നെ ഒരു തീരുമാനത്തിലെത്തുക, ഒരു മുൻധാരണയിലെത്തുക എന്ന് പറയാം. ഏഴാമത്തെ കാര്യം റൂമിനേഷൻ. നമുക്കറിയാം നമ്മളൊരു നെഗറ്റീവ് കാര്യം ഉണ്ടായാൽ അതിനെ കൊണ്ട് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുക, അതേ കാര്യം തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുക. ഞാൻ അങ്ങനെയല്ലായിരുന്നു പെരുമാറേണ്ടിയിരുന്നത്, ഞാൻ ഇങ്ങനെ ചെയ്യണമായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യണമായിരുന്നു, ഞാൻ അതങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്, ഞാൻ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് സംഭവിച്ചത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ നെഗറ്റീവ് ഓവർ തിങ്കിങ് നമ്മൾ ഓവറായിട്ട് ആ കാര്യത്തെ തന്നെ അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ ചിലപ്പോൾ മാസങ്ങൾക്ക് മുന്നേ ഉണ്ടായ ഒരു അനുഭവമായിരിക്കും എങ്കിൽ പോലും നമ്മൾ വീണ്ടും വീണ്ടും അവരെന്നെ കുറിച്ച് അങ്ങനെയാണ് പെരുമാറിയത്, അവർ അങ്ങനെയല്ലായിരുന്നു പെരുമാറേണ്ടത്, ഞാൻ തിരിച്ചു പെരുമാറിയത് ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ പെരുമാറിയിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ആ ക്യാഷ് അവിടെ കൊടുക്കണ്ടായിരുന്നു, കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അങ്ങനെ നമ്മൾ നിരന്തരമായി അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് കാട് കയറുക എന്ന് പറയില്ലേ, അങ്ങനെ നെഗറ്റീവായ കാര്യങ്ങളെ കുറിച്ച് നിരന്തരമായി ചിന്തിച്ച് കാട് കയറുന്നു എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് ഈ നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്താ രീതി നമ്മളിലുണ്ട് എന്നാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ 7 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് അതിൻ്റെ ഒരു വിഷയത്തിന്റെ ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണുകയും അതിന് നമ്മൾ ആ കാര്യത്തെ നെഗറ്റീവ് കാര്യത്തെ പെരുപ്പിച്ച് കാണുന്ന സ്വഭാവക്കാർ. മറ്റൊന്ന്, എന്ത് സംഭവിച്ചാലും നല്ലതാകട്ടെ ചീത്തയാകട്ടെ, നല്ലതാണ് എങ്കിൽ എനിക്കെല്ലാം നേടി എന്ന അർത്ഥത്തിൽ, ചീത്തയാണ് എങ്കിൽ എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, അതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന രീതിയിൽ അങ്ങേയറ്റത്തെ രീതിയിൽ അതിനെ ചിന്തിക്കുന്ന സ്വഭാവക്കാർ. മൂന്നാമത്തത് മൈൻഡ് റീഡിങ് മെന്റാലിറ്റി. അതായത് ഒരാള് രണ്ടാളുകൾ തമ്മിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരാൾ നേരത്തെ തന്നെ അയാളുടെ അയാളുടെ ഭാഷ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ അസ്യൂം ചെയ്തെടുക്കുകയും, അല്ലെങ്കിൽ അവരെന്നെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ഇവരെന്നെ കുറിച്ചാണ്, എന്നെ കുറിച്ച് പരിഹസിക്കുകയാണ് എന്നൊക്കെ അർത്ഥത്തിൽ ആളുകളെ നമ്മളൊരു മൈൻഡ് റീഡ്, ഒരു മനസ്സ് വായിക്കുന്ന രീതിയിൽ അവരുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയില്ല. ഒരാൾക്കും ഒരാളുടെ മനസ്സിനെയും കൃത്യമായി വായിക്കാൻ കഴിയില്ല, പക്ഷെ നമ്മൾ നേരത്തെ തന്നെ അസ്യൂം ചെയ്ത് അത് തീരുമാനമെത്തുന്ന ഒരു രീതി. രണ്ടാമതായി നാം പറഞ്ഞത് ഓവർ ജനറലൈസിങ്, എല്ലാത്തിനെയും ജനറലൈസ് ചെയ്തുകൊണ്ട് എനിക്കറിയാം, അത് അങ്ങനെ ആയതുകൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ സംഭവിക്കൂ എന്ന അർത്ഥത്തിൽ നമ്മൾ പറയാറില്ല, ഓവർ ജനറലൈസ്. മറ്റൊന്ന് സെൽഫ് ബ്ലെയിമിങ്, മറ്റൊന്ന് ജമ്പിങ് ടു കൺക്ലൂഷൻ, പെട്ടെന്നൊരു തീരുമാനമെടുക്കുക. നമ്മൾ പെട്ടെന്ന് മറ്റുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കാതെ നമ്മൾ തീരുമാനത്തിലെത്തുന്ന രീതി.
ഏഴാമതായി നാം പറഞ്ഞത് ഓവർ നെഗറ്റീവ് തിങ്കിങ്. എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ അതിനെക്കുറിച്ച് നിരന്തരമായി ഞാൻ അങ്ങനെയല്ലായിരുന്നു പെരുമാറേണ്ടത്, ഇങ്ങനെ പെരുമാറിയിരുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ കരുതിക്കൊണ്ട് അതിനെക്കുറിച്ച് തന്നെ നിരന്തരമായി ഓവറായി ചിന്തിക്കുക. ഇങ്ങനെ ഈ 7 തരത്തിലുള്ള ചിന്താരീതികളെ, തോട്ട് പാറ്റേണെ നാം മനസ്സിലാക്കിക്കൊണ്ട് ഇത് ടോക്സിക് തോട്ട് പാറ്റേൺ ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ തരത്തിലുള്ള ചിന്തകളിൽ ഏതെങ്കിലും നമ്മുടെ ചിന്താ രീതിയിലുണ്ട് എങ്കിൽ, നമ്മുടെ തോട്ട് പ്രോസസ്സിലുണ്ട് എങ്കിൽ അതിനെയെല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ട് അതിനെയെല്ലാം മാറ്റിയെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ നമുക്ക് എല്ലാ കാര്യത്തിനും മുന്നിട്ടിറങ്ങാനും അതുമൂലം നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. ഈ ശാസ്ത്രീയമായ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ ഇതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.